സഞ്ജയ് റോയ്ക്ക്. കേസിലെ ഏക പ്രതിയാണ് സഞ്ജയ് റോയ്. സഞ്ജയ് റോയ്ക്ക് ഏതായാലും തൂക്കുകയറില്ല എന്നുള്ളതാണ് ഈ നിമിഷം കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തീർച്ചയായും ഏറെ നിരാശപ്പെടുത്തുന്ന വിധിയാണ് സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷയില്ല, ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാകേഷ്, ഇനിയും ഒരു നിയമ പോരാട്ടങ്ങൾ കാണേണ്ടതില്ലേ? കാരണം നേരത്തെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് ഈ CBIയുടെ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപമുണ്ടായിരുന്നു. ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട്. മാത്രമല്ല, ഇതിന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും ഈ കോളേജിലെ ഈ ആശുപത്രി അധികൃതരുമൊക്കെ കൂട്ടുനിന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിച്ചതാണ്. അങ്ങനെയെങ്കിൽ നിലവില് ഇത്രയും ഒരു നിരാശപ്പെടുത്തുന്ന വിധി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി നിയമ പോരാട്ടം ഉണ്ടാകും. ഇവിടെ ആർക്കായിരിക്കും പിഴച്ചത്? CBIക്കോ അതോ പ്രോസിക്യൂഷനോ? ടോം, കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതായത് ജീവപര്യന്തം തടവ്, ഒപ്പം തന്നെ 50,000 രൂപ പിഴ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയില്ല എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന സൂചനകൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നു. കാരണം CBI ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം, പ്രത്യേകിച്ച് ക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയതെന്നായിരുന്നു. പക്ഷേ ആ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല കോടതി എന്ന് വേണം ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ കോടതി സൂചന നൽകിയിരുന്നത് ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ വധശിക്ഷ എന്ന് തന്നെയായിരുന്നു. അതിൽ വധശിക്ഷ എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോടതി കടന്നിട്ടില്ല, മറിച്ച് ജീവപര്യന്തം തടവ് ആണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കുടുംബം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള നിർണായകമായ കാര്യമാണ്. കാരണം കുടുംബത്തിന് ആദ്യം മുതൽ തന്നെ കേസ് അന്വേഷണത്തിലൊക്കെ തന്നെ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കാര്യത്തിലായാലും അതിനുശേഷം CBI അന്വേഷിക്കുമ്പോൾ പോലും ഒറ്റ പ്രതിയിൽ ഒതുങ്ങുന്നതല്ല എന്നായിരുന്നു അവരുടെ വാദം. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിക്ക് വധശിക്ഷ ഇല്ല എന്നുള്ള വിധി കൂടി ഇപ്പോൾ സിയാൽദ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ അവരെന്തായിരിക്കും പ്രതികരിക്കുക? സ്വാഭാവികമായും ഇത് മേൽക്കോടതിയെ പോകാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും കുടുംബം എത്തുക. ഒപ്പം തന്നെ CBIയും ഇതിന് ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷയില്ല, മറിച്ച് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളതെന്നാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ടോം, തീർച്ചയായും അതാണ് രാകേഷ്. നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഡൽഹിയിലെ നിർഭയ കേസിനോട് സമാനമായ രീതിയിലുള്ള കേസാണ് കൊൽക്കത്തയിലും ഉണ്ടായതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പൊതുസമൂഹം അങ്ങനെ കരുതിയതാണ്. നമ്മളൊക്കെ മാത്രമല്ല, ഈ പ്രതിയുടെ സഞ്ജയ് റോയുടെ കുടുംബം പോലും ഒരു തൂക്കുകയർ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരയായ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ആ യുവ ഡോക്ടറുടെ കുടുംബവും അത് ആഗ്രഹിച്ചാണ്, പൊതുസമൂഹം ആഗ്രഹിച്ചതാണ്. എവിടെയായിരിക്കും ഈ കേസിൽ ഒരു പിഴവുണ്ടായത്? അതായത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി കോടതി എന്തുകൊണ്ടായിരിക്കാം ഇത് പരിഗണിക്കാതിരുന്നത്? പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം നൽകണമെന്നായിരുന്നു പ്രധാനപ്പെട്ട വാദം, പ്രതിയുടെ അടക്കം വാദം. ആ വാദം ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രം തന്നെയാണ് ഇത്തരത്തിൽ വധശിക്ഷ നൽകാറുള്ളത്. ടോം സൂചിപ്പിച്ച പോലെ ഡൽഹി കൂട്ടബലാത്സംഗ കേസിലടക്കം വധശിക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ ആ പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ഏതായാലും അത്തരം അപൂർവങ്ങളെ അപൂർവമായി കേസിൽ ആയി കാണുന്നില്ല കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ജീവപര്യന്തം തടവാണ് ഇപ്പോൾ പ്രതിക്ക് വിധിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 50,000 രൂപ പിഴ കൂടി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്വാഭാവികമായും ഈ അന്വേഷണത്തെ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണത്തിനെതിരെ അടക്കം കുടുംബം പ്രതികരിക്കാനോ ഉള്ള സാധ്യതയും കൂടുതലാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിന് വലിയ പരാതി ഈ കേസുമായി അന്വേഷണത്തിലുണ്ടായിരുന്നു. അത് പ്രധാനമായും ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നവരുടെ അന്വേഷണം. കാരണം അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകൾ തന്നെ ലോക്കൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച അത് കേസിന്റെ മൊത്തം അന്വേഷണത്തെ ബാധിച്ചു എന്ന ആരോപണം കുടുംബത്തിനുണ്ടായിരുന്നു.